let us discuss the Pearl S.Buck essay, Should the Assassin of Gandhi Be Killed? I will be talking about the academic perspective and non-academic perspective of this essay so that you can connect with your day-to-day life. And if you have any notebook, you can jot down so that you will be also involved in the classroom. The two pictures in the slide, the Mammootty, the celebrity actor, as well as Sukumara, the father of Prithviraj. It is August 1st, because August 15th, the second part, that is re-released. And when you see this image, you could connect the roles of persons, right? There is a keyword that connects these two of these persons, especially in this movie. There is a particular keyword that connects them. As you know that the Mammootty is the cop in the movie, Sukumaran is the chief minister of the state, and there is a villain called Captain Raju, who is coming and try to doing something else against the chief minister, right? സോ ഈ മൂന്ന് പിക്ചറിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നെന്ന് പറയുന്നത് മമ്മൂട്ടിയായിട്ടുള്ള ക്യാരക്ടർ കോപ്പാണ്, സുകുമാരൻ ചീഫ് മിനിസ്റ്റർ ആണ് സ്റ്റേറ്റിന്റെ, അതേപോലെ ക്യാപ്റ്റൻ രാജു. സോ ദ റോൾ ഓഫ് ദ ക്യാപ്റ്റൻ രാജു ഈസ് an assassin. അസാസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, എ പേഴ്സൺ ഹു മർഡേഴ്സ് an important person for political or religious reason, or in exchange of money. Or assassination is act of deliberately killing a prominent person such as head of state or head of government. നിങ്ങൾക്കറിയാം, അസാസിനേഷൻ എന്ന് പറയുന്നത് പൊതുവെ ഒരാളെ ഏൽപ്പിക്കുകയാണ് ഒരു പെർട്ടിക്കുലർ ഡ്യൂട്ടി, ഒരു മിഷൻ. അതൊരു ചീഫ് മിനിസ്റ്ററെ ആകാം, ഒരു പ്രൈം മിനിസ്റ്ററെ ആകാം. അയാളെ കൊല്ലണം. അത് പൊളിറ്റിക്കൽ മോട്ടീവ് ആകാം, രാഷ്ട്രീയപരമായിട്ടുള്ള മോട്ടീവ് ആയിരിക്കാം, അതല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള മോട്ടീവ്സ് ആയിരിക്കാം. ഇതിലേതെങ്കിലും മോട്ടീവ് ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ കൊല ചെയ്യപ്പെടുക. പക്ഷെ ഈ മൂവിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ക്യാപ്റ്റൻ രാജു അസാസിൻ ആണെങ്കിലും ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള സുകുമാരനെ അസാസിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സിൽ നിങ്ങൾ കാണുന്നുണ്ട് കോപ്പായിട്ടുള്ള മമ്മൂട്ടി വന്ന് നമ്മുടെ ഈ പറയുന്ന ചീഫ് മിനിസ്റ്ററിനെ രക്ഷിക്കുന്നത്. സോ ഹിയർ നമ്മൾ ചരിത്രത്തിലോട്ട് വരികയാണെങ്കിൽ, ഇപ്പോ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി വാസ് അസാസിനേറ്റഡ് ബൈ ഹർ ബോഡി ഗാർഡ്സ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആയിട്ടുള്ള ഷുഡ് ദ അസാസിൻ ഓഫ് ഗാന്ധി ബി കിൽഡ്, നമുക്കറിയാം നാഥുറാം വിനായക് ഗോഡ്സെ വാസ് ദ അസാസിൻ ഓഫ് Mahatma Gandhi, who shot Gandhi in the chest 3 times at point blank range. Birla House ആ ലോണിന്റെ ബിഹൈൻഡിലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഗോഡ്സെ ഈ പറയുന്നത് പോലെ ഗാന്ധിജിയെ അസാസിനേറ്റ് ചെയ്തത്. സോ ബേസിക്കലി പേൾ എസ്.ബക്ക് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്, ഗാന്ധിജിയെ അസാസിൻ ചെയ്ത വ്യക്തിയെ യഥാർത്ഥത്തിൽ കൊല്ലണം, അയാൾ യഥാർത്ഥത്തിൽ അയാൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടോ? ഇതാണ് ബേസിക്കലി ഈ പറയുന്ന എസ്സേയിൽ ചർച്ച ചെയ്യുന്നത്. സർ, ക്യാൻ വി മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്? ഓൾ റൈറ്റ്. സോ പേൾ എസ്.ബക്കിനെ കുറിച്ച് പറയാൻ നേരത്ത് ഇവിടെ നമുക്കൊരു 3 പാരഗ്രാഫ്സ് കാണാൻ സാധിക്കും. ഞാൻ 3 പാരഗ്രാഫും വായിക്കില്ല, അതിലെ പ്രോമിനന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുന്നത്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. So let's move to the life of Pearl S.Buck. As you know that Pearl S.Buck was born on June 26, 1892 and died in March 1973 of lung cancer. She was a prolific American writer. Prolific means highly productive. വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട്, ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റൈറ്റർ ആയിരുന്നു പേൾ എസ്.ബക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഷീ സ്പെൻഡ് മേജർ പാർട്ട് ഓഫ് ലൈഫ് ഇൻ ചൈന. അവരുടെ ജീവിതത്തിന്റെ ഒരു ഭൂരിഭാഗവും ഈ പറയുന്നത് ചൈനയിലും മറ്റു പ്രദേശങ്ങളിലായിരുന്നു. ആൻഡ് ഹെർ പാരന്റ്സ് വർ കമ്മിറ്റഡ് ടു മിഷനറി വർക്ക്. കാരണം അവരുടെ പാരന്റ്സ് ഏറ്റവും കൂടുതലും ഈ പറയുന്ന മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സർവീസ് ആണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി നിങ്ങൾ ആൾക്കാരെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യുക. എസ്പെഷ്യലി ക്രിസ്ത്യൻ മിഷനറീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ലോകത്തിന്റെ പല ഭാഗത്ത് പോയി സർവീസ് ചെയ്യുക. ഒരുപാട്, അത് ഒരു പള്ളിയിൽ അച്ഛനാകണം നിർബന്ധമില്ല. നിങ്ങൾക്കും വേണമെങ്കിലും മിഷൻ പ്രവർത്തനങ്ങളിൽ
നിങ്ങളുടെ ഏരിയയിലൊക്കെ ഏർപ്പെടുകയും ചെയ്യാം. And there is another important point which I would like to mention here, that the psychological depression had by Pearl S.Buck. When you look at the life of Pearl S.Buck and her family, അവരുടെ ജീവിതത്തിൽ അവരുടെ പാരൻസിന് ഇൽ ഹെൽത്ത് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, വളരെ വയ്യാതെ ആകുന്ന സിറ്റുവേഷൻസ്. അവർക്ക് ഈ പറയുന്നത് പോലെ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ടൈമിൽ പൊതുവെ നമുക്ക് ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് റിസീവ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു പേൾ എസ്.ബക്ക് എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിളായിട്ട് ഉദാഹരണമായിട്ട് വെക്കുന്നത് ജെ.കെ. റൗളിംഗ് ആണ്. ജെ.കെ. റൗളിംഗ് നിങ്ങൾ എടുത്തറിയാൻ പറ്റും, ലൈഫിൽ ഒരു സർട്ടൻ സ്റ്റേജിൽ മരിക്കണം എന്ന് വരെ ആഗ്രഹമുണ്ട്. പക്ഷേ ആ ഇമോഷനെ, ആ സഫറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് വൂണ്ടഡ് ആയിട്ടുള്ള ആ മൊമെന്റ്സ് അതിലൂടെ കടന്നു പോവുകയും അതിനെ ഓവർകം ചെയ്തൊരു വ്യക്തിയായിരുന്നു ജെ.കെ. റൗളിംഗ്. അതേപോലെ തന്നെയാണ് ഇവിടെ പേൾ എസ്.ബക്ക്. സോ വെൻ യു ഹാവ് ഡിപ്രഷൻ ഇൻ ലൈഫ്, ഇറ്റ് ക്യാൻ ബി പേഴ്സൺ, സിറ്റുവേഷൻസ്, സർക്കംസ്റ്റൻസസ്, വ്യക്തികളായിരിക്കാം, ഏതെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം. ഇതിനെയെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചൊരു ടൂൾ ആയിരുന്നു പേൾ എസ്.ബക്ക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഷി പബ്ലിഷ്ഡ് ദ ഫസ്റ്റ് നോവൽ ഈസ്റ്റ് വിൻഡ് വെസ്റ്റ് വിൻഡ് ഇൻ 1930. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ബുക്ക് ഉണ്ടെങ്കിൽ. ആൻഡ് ഷി റിസീവ്ഡ് പുലിറ്റ്സർ പ്രൈസ് ഫോർ നെക്സ്റ്റ് നോവൽ ദ ഗുഡ് എർത്ത് ഇൻ 1932. ദ ഗുഡ് എർത്ത് എന്ന് പറയുന്ന നോവലിനാണ് പുലിറ്റ്സർ പ്രൈസ് 1932 ലഭിച്ചത്. And she became the first American woman Nobel laureate in 1938. That is also important. You can underline it. And the conclusion is the social activist standing for civil rights and women rights. അവർ നിലകൊണ്ടിരുന്നത് ഈ പറയുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ഏർപ്പെടുകയും അതേപോലെ സിവിൽ റൈറ്റ്സിനു വേണ്ടിയും വുമൺ റൈറ്റ്സിനു വേണ്ടിയും നിലകൊണ്ട വ്യക്തിയായിരുന്നു പേൾ എസ്.ബക്ക്. സോ ദാറ്റ് ഇസ് ദ ഇൻട്രൊഡക്ടറി പാർട്ട്. നൗ നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിലോട്ട് പോകാൻ നേരത്ത് മൂന്ന് കോട്സുകൾ കാണാം. ഒന്ന് മഹാത്മാഗാന്ധിയുടെ കോട്ട്, രണ്ട് ആൽബർട്ട് ഐൻസ്റ്റീന്റെ കോട്ട്, മൂന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ കോട്സുകൾ. ഒന്നാമത്തെ കോട്ടിൽ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. നമുക്കറിയാം ഗാന്ധിജിയുടെ ലൈഫ് എത്ര പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളത്. ഗാന്ധിജിയുടെ ലൈഫിനെ നമുക്കൊരു ചലഞ്ചിങ് ലൈഫ് എന്ന് പറയാം. കാരണം അയാൾ ജീവിതത്തിൽ നിന്നും എക്സ്പ്ലോർ ചെയ്ത വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ഞാനതിനെ ഡിഫൈൻ ചെയ്യുക, മൂവിങ് ഫ്രം അൺനോൺ ടു നോൺ, നിങ്ങളിലെ നിങ്ങളെ കണ്ടെത്തുക. മൂവിങ് ഫ്രം അൺറിസോഴ്സ്ഫുൾ ടു റിസോഴ്സ്ഫുൾ, നിങ്ങളിൽ നിന്നും നിങ്ങളിപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുക. ഇപ്പൊ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തി ലൈഫിൽ ഫിയർ എവറിത്തിങ് ആൻഡ് റൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ഉയർന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറയാൻ സാധിക്കുന്നത്. എല്ലാ പ്രോബ്ലവും ഫേസ് ചെയ്ത് ആ ചലഞ്ചുകൾ ഏറ്റെടുത്ത് പുതിയൊരു നോൺ സ്പേസ് കണ്ടെത്തിയ വ്യക്തി. രണ്ട് വാക്കുകളാണ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ സെന്റൻസിലെ രണ്ട് ഭാഗങ്ങൾ മാത്രം ഞാൻ വായിക്കാം. സച്ച് എ വൺ ആസ് ദിസ് എവർ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ് വാക്ക്ഡ് അപ്പോൺ ദിസ് എർത്ത്. നിങ്ങളിപ്പോ ഐൻസ്റ്റീന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക്, ഇങ്ങനെ മജ്ജയും മാംസമുള്ള വ്യക്തി ഈ ലോകത്തിലൂടെ കടന്നുപോയെന്ന് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഓർക്കാൻ പോലും സാധിക്കുന്നില്ല. കാരണം ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ലോകത്തെ നോൺ വയലൻസിന്റെ പാതയിലൂടെ കീഴടക്കിയത്. ബ്രിട്ടീഷുകാർ വന്ന് ഫ്രണ്ടിൽ നിന്നപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ എന്താണ് അഹിംസയിലൂടെ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം നേടാം. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഈ പറയുന്ന പോലെ കണ്ടുമുട്ടുക അസാധ്യമാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നോക്കിയാലും നോൺ വയലൻസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ്. ഗാന്ധിജി ഈ ലോകം വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ദർ ഇസ് ഡാർക്ക്നെസ് എവരിവെയർ. ഈ ഡാർക്ക്നെസ് എന്ന വാക്ക് നമുക്ക് എടുക്കുന്നതിന് മുൻപ് നമുക്കൊരു ക്യാൻഡിലിനെ എടുക്കാം. നിങ്ങൾക്കറിയാം, ഒരു ക്യാൻഡിൽ എടുക്കുക അല്ലെങ്കിൽ ഒരു മെഴുകുതിരി എടുക്കുക. ഈ മെഴുകുതിരി എടുത്തു കഴിഞ്ഞാൽ മെഴുകുതിരി പ്രകാശിക്കുന്നത് അവന് വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടി പ്രകാശിക്കുന്നതാണ് ഈ പറയുന്ന മെഴുകുതിരി. അപ്പൊ ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തി ഈ ലോകത്തിന് മുഴുവനായിട്ട് പ്രകാശിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെക്കുകയും ഗാന്ധിജി ഈ ലോകം വിട്ടുപോയി കഴിഞ്ഞപ്പോൾ
ലോകം തന്നെ എന്താണ് ഈ പറയുന്നത് പോലെ ഇരുട്ടിലായി എന്നുള്ള അവസ്ഥയിലായി. ഇതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഈ പറയുന്നത്. മൂന്നാമത്തെ പാരഗ്രാഫിൽ എന്താണ് പേർൾ ബക്ക് പറയുന്നത്? എന്തിനാണ് ഈ എസ്സേ എഴുതിയത്? എന്താണ് അതിന്റെ ബേസിക് തീം? എന്താണ് അതിന്റെ പ്ലോട്ട്? പേർൾ ബക്കിനെ സംബന്ധിച്ച് ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തി, അവരെ സംബന്ധിച്ച് ഒരിക്കൽ പോലും കണ്ടുമുട്ടാൻ സാധിച്ചിട്ടില്ല. That is why it's written in the context of her having never met ഗാന്ധിജി. ഗാന്ധിജിയെ ഒരിക്കൽ പോലും ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ കാണാതിരിക്കുന്ന വ്യക്തിയെ എന്തടുപ്പമാണ് ഉണ്ടാവുന്നത്? ഇപ്പൊ നമ്മൾക്ക് ആരാണ് ഗാന്ധിജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗാന്ധിജി ഡേ സെലിബ്രേഷൻ ആണോ, ഒരു ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആണോ, ഒരു ഹോളിഡേ മൂഡാണോ എനിക്ക് ഈ സംഭവങ്ങളെല്ലാം നൽകുന്നത്? സ്റ്റാറ്റസുകളായിട്ട് ഒതുങ്ങി പോകേണ്ടതാണോ? പക്ഷേ പേർൾ ബക്കിനെ സംബന്ധിച്ച് ഈ കാണാത്ത വ്യക്തി, എവിടെയോ ഇരിക്കുന്ന പേർൾ ബക്കിനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഗാന്ധിജി അത്രത്തോളം പ്രിയപ്പെട്ട ഒരു വ്യക്തിയായി മാറുന്നു. നിങ്ങളിപ്പോ പോയറ്റ്സിനെ എടുക്കാം. പോയറ്റ്സിന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ കൊളീഗ്സ് മരിച്ചു കഴിയുമ്പോൾ അവർ അവർക്ക് വേണ്ടിയുള്ള പോയംസ് ട്രിബ്യൂട്ട് ആയിട്ട് എഴുതാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചുപോയാൽ മാത്രമേ നമുക്ക് അത്രത്തോളം വിഷമം വരൂ, അല്ലെങ്കിൽ വരില്ല. പക്ഷെ ഇവിടെ പേർൾ ബക്കിനെ സംബന്ധിച്ച് ഗാന്ധിജി ജീവിതത്തിൽ അല്ലെങ്കിൽ എന്താണ് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയായി മാറുന്നു. കാരണം എന്ന് പറയുന്നത് എന്താണ്? നോൺ വയലൻസ് ആണ്. വയലൻസ് ഈ ലോകത്തിന് ആവശ്യമില്ല, നോൺ വയലൻസ് ആണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ആശയമെന്ന് പേർൾ ബക്ക് ഈ എസ്സേയിലൂടെ പറയാൻ ശ്രമിക്കുന്നു. നൗ നമുക്ക് ഈ പറയുന്ന ചാപ്റ്ററിലോട്ട് മൂവ് ചെയ്യാം. സെക്കൻഡ് പേജ്. സോ സാർ ആ സ്ലൈഡ് തന്നെ വെക്കാം, കുഴപ്പമില്ല. മുൻപത്തെ സ്ലൈഡ് തന്നെ മതി. ഗാന്ധിജി ഷോർട്ട് കട്ട് എന്ന്. ഓൾ റൈറ്റ്, താങ്ക് യു. ഗാന്ധി ഈസ് ഡെഡ്. His ashes are scattered in the waters and over the earth of India. ഗാന്ധിജി ഇവിടെ മരിച്ചു വീണ് കിടക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ചാരം കണക്കെ ഇന്ത്യയുടെ വെള്ളത്തിലും ഈ പറയുന്ന പോലെ ഭൂമിയിലുടനീളം ഒരു ചാരമായി കിടക്കുകയാണ്. ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ ആലോചിക്കുക. ഫസ്റ്റ് സെന്റൻസ്, ഗാന്ധി മരിച്ചു വീണു. റൈറ്റ്, ഗാന്ധിജിയുടെ ആഷസ് ആണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളെ ഫ്യൂണറൽ പ്രോസസ് ഉണ്ട്. ഈ ഫ്യൂണറൽ പ്രോസസ്സ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? ആഷസ് ആണ്. ഈ ആഷസ് ആണ് സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പുഴയിൽ മറ്റും ഓരോരുത്തരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്നത് പോലെ പുഴയിൽ ഒഴുക്കും. ഇപ്പൊ ക്രിസ്ത്യൻസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവര് ഈ പറയുന്ന പോലെ സെമിട്രിയിൽ അടക്കും. അങ്ങനെ ഓരോരുത്തർ റിലീജിയസ് അനുസരിച്ച്. സോ ഗാന്ധിജി മരിച്ചു വീണപ്പോൾ ഈ ആഷസ് മുഴുവൻ ഇങ്ങനെ ഇന്ത്യയിൽ ഇങ്ങനെ പടർന്നതാണ്. ഈ ആഷസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മാവാണ്, അല്ലാണ്ട് വെറുതെ ഒരു പോട്ടിന്റെ അകത്ത് ഈ പറയുന്ന ചാരമല്ല, മറിച്ച് ഇന്ത്യയുടെ ആത്മാവാണ് ഈ പറയുന്ന എല്ലാ ഇടങ്ങളിലും ഒഴുകി നടക്കുന്നത്. ദ ഇൻഡോമിറ്റബിൾ ഫ്രെയിം, ദ ഫിയർലെസ് സ്പിരിറ്റ്, ദ ലോങ് ഇയേഴ്സ്, ദ ഹൈ പേർപ്പസ്, ഓൾ വർ എൻഡഡ് സോ ഈസിലി. ആ വാക്ക് ശ്രദ്ധിക്കണം. ദ ഇൻഡോമിറ്റബിൾ ഫ്രെയിം. ഇൻഡോമിറ്റബിൾ മീൻസ് impossible to defeat. സെക്കൻഡ് വേർഡ്, ദ ഫിയർലെസ് സ്പിരിറ്റ്. ഞാൻ പറഞ്ഞിരുന്നു, ഗാന്ധിജി എന്ന വ്യക്തി ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ് എന്ന് പറയുന്ന ആശയത്തിലായിരുന്നു. ഇംപോസിബിൾ ടു ഡിഫീറ്റ്, ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ്, ആൻഡ് തേർഡ് പോയിന്റ്, ദർ ഇസ് ഹൈ പേർപ്പസ്. നിങ്ങൾക്ക് ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ട്, അതിനുവേണ്ടി ഉടനീളം പ്രവർത്തിക്കുക. ഗാന്ധിജിയെ സംബന്ധിച്ച് ഒരു സ്വപ്നമായിരുന്നു ഒരു യുണൈറ്റഡ് ഇന്ത്യ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം. അതിനുവേണ്ടി ഇൻഡോമിറ്റബിൾ ആയിട്ടുള്ള സ്പിരിറ്റും അല്ലെങ്കിൽ ഫിയർലെസ് ആയിട്ടുള്ള സ്പിരിറ്റും മനസ്സിൽ ഉൾക്കൊണ്ട് എല്ലാ കൺവിക്ഷനുമായി മുന്നോട്ട് പോയ വ്യക്തിയായിരുന്നു ഗാന്ധിജി. ഇറ്റ് വാസ് ഓവർ ഇൻ വൺ ഇൻസ്റ്റന്റ്. The shot of a gun and only silence is left. Silence and a handful of ashes. നിങ്ങൾക്കറിയാം, ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തിയെ നാഥൂറാം ഗോഡ്സെ അസാസിനേറ്റ് ചെയ്തതിനപ്പോൾ എല്ലാം നടന്നത് ഒരു പൊടുന്നനെ ഒരു സെക്കൻഡിലാണ് നടന്നുപോയത്. കാരണം എന്താണ്? ഗാന്ധിജിയെ ഗോഡ്സെ വന്ന് ഈ പറയുന്നത് പോലെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ ഗാന്ധിജിയുടെ ചെസ്റ്റിൽ 3 തവണ വെടിയുതിർത്തപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോകം മുഴുവൻ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ ഈ പറയുന്നത് പോലെ സൈലൻസിലായി. ഇപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്നത്
വെറും ഒരു ഹാൻഡ്ഫുൾ ഓഫ് ആഷസ് ആണ്. ഇതൊരു പ്രത്യേകതയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ വയലൻസ് എന്ന് പറയുന്നത് സെക്കൻഡിൽ നിങ്ങൾക്ക് അഴിച്ചുവിടാം, പക്ഷേ അതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരാം, പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അതിനുശേഷം നിങ്ങൾ ആലോചിക്കും അയ്യോ എന്റെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയല്ലോ. അതേപോലെ രാജ്യം മുഴുവൻ ഈ പറയുന്നത് പോലെ ഇരുട്ടിലാണ്. ഗാന്ധിജിയുടെ ആത്മാവ് ഈ പറയുന്നത് പോലെ എന്താണ് ഇന്ത്യയിലുടനീളം ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. സർ, ക്യാൻ വി ചേഞ്ച് ദ സ്ലൈഡ്? ഓൾറൈറ്റ്. നിങ്ങൾക്കിപ്പോൾ കുറച്ച് ഫോട്ടോസ് കാണാൻ പറ്റും. എന്നിരുന്നാലും നമുക്ക് സമയത്തിന്റെ പരിധി കൊണ്ടും ഞാൻ ഈ പറയുന്ന ഫോട്ടോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒന്നാമത് ഒരു പിക്ചർ ഉണ്ട്, രണ്ടാമത് താഴത്തായിട്ട് എന്താണ് രണ്ട് പോർട്രേറ്റൽ ഫോട്ടോസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഈ വളരെ ഒരു പുലിറ്റ്സർ പ്രൈസ് വിന്നിംഗ് ഫോട്ടോഗ്രാഫാണ് ഇപ്പൊ കാണുന്നത്. അതിൽ ഫസ്റ്റ് പിക്ചർ ഒരു പെൺകുട്ടി ഇങ്ങനെ നഗ്നയായിട്ട് നേക്കിഡ് ഓൺ ദ റോഡ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ ഷോൾഡേഴ്സ് ഒക്കെ ഇങ്ങനെ ബേൺ ആയതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഓടുന്നത്. റൈറ്റ്. രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ക്ലൗഡ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു, ഹിരോഷിമ നാഗസാക്കി എക്സ്പ്ലോഷൻസ്. രണ്ട് ബോംബുകളാണ് ആക്ച്വലി അന്ന് വർഷിച്ചത്. ഒന്ന് ഓഗസ്റ്റ് 6 ഈ പറയുന്ന ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ബോംബ്, രണ്ട് ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന് പറയുന്ന. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ തന്നെ കാണുമ്പോൾ അറിയാം വാറിന്റെ അല്ലെങ്കിൽ വയലൻസിന്റെ ഇമ്പാക്റ്റ് എത്രത്തോളമാണ്. കാര്യം വളരെ എളുപ്പമാണ് വയലൻസിനെ കുറിച്ച് സംസാരിക്കാനും വയലൻസിലൊക്കെ ഏർപ്പെടാൻ വേണ്ടി. പക്ഷേ നിങ്ങൾക്കറിയാം, ഒരു ബോംബ് വന്ന് എക്സ്പ്ലോഡ് ചെയ്യാൻ നേരത്ത് അവിടെയുള്ള ആയിരക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ, മില്യൺസ് ഓഫ് പീപ്പിൾ ആണ് എന്ത് ചെയ്യുന്നത്, മരിച്ചു വീഴുന്നത്. സോ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിലെ നെക്സ്റ്റ് ലൈൻ വായിക്കാൻ നേരത്ത് ഇറ്റ് വിൽ ഗെറ്റ് കണക്റ്റഡ്. ഇറ്റ് ഈസ് നോ വണ്ടർ ദാറ്റ് ദ ഇഗ്നോറന്റ്, ദ സ്റ്റുപ്പിഡ്, the inventors of atom bombs, the generals, the captains, the surgeons. ഇപ്പൊ സർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും, ഈ പറയുന്ന ആർമിയിലായിക്കോട്ടെ നേവിയിലായിക്കോട്ടെ, ഇവരുടെ ബേസിക് റോൾ എന്ന് പറയുന്ന നോൺ കമ്മീഷൻ ഓഫീസേഴ്സ് ആണ്. സോ സർജൻസ് മീൻസ് എ നോൺ കമ്മീഷൻ ഓഫീസർ who is working in army or in air force. So the little soldiers are the lovers of violence. All that they fear, all that they hate, all who rebel against them can be so easily entered. നിങ്ങൾക്കറിയാം, ആരാണ് അവരുടെ മുന്നിൽ ഈ പറയുന്നത് പോലെ എന്താണ്, ആരൊക്കെയാണ് അവർ പേടിക്കുന്നത്, ആരൊക്കെയാണ് അവർ എതിർക്കുന്നത്, അവരെ എല്ലാവരെയും ഇല്ലാതാക്കാൻ ഈ പറയുന്ന വയലൻസ് എന്ന മാർഗം വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അതിന് ഏത് ടൂൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാമെന്നാണ് നെക്സ്റ്റ് ലൈനിൽ പറയുന്നത്. എന്തൊക്കെയാണ് ടൂൾസുകൾ? The movement of a finger upon a trigger, upon a button, a flash, a blast, and all that remain are silence and ashes. ഇപ്പൊ ഗാന്ധിജിയെ ഗോഡ്സെ അസാസിനേറ്റ് ചെയ്തപ്പോൾ അവിടെ എന്തായിരുന്നു? ഒരു തോക്കായിരുന്നു. ഇറ്റ് ക്യാൻ ബി ഡിഫറെന്റ് പ്ലേസസ്, ഇറ്റ് ക്യാൻ ബി കൺട്രീസ്. നിങ്ങൾ എതിർക്കുന്ന ആരാണോ അവരെ എതിർക്കാനും വേണ്ടി നിങ്ങൾക്ക് ഈ വെപ്പൺസ്, ഈ ടൂൾസ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് പറയുന്നത് ലാസ്റ്റ് സെന്റൻസിൽ. എ മില്യൺ ക്യാൻ ബി കിൽഡ് ആസ് ഈസിലി ആസ് 1,000 ഈസിലി ആസ് 1. ഈ ബോംബ് വന്ന് വർഷിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ നിന്ന സ്ഥലത്ത് ചാരമായി വീഴുന്നുണ്ടാവും. ഗാന്ധിജിയാണെന്ന് നിങ്ങൾക്കറിയാലോ, ഗോഡ്സെയുടെ വെടിയേറ്റ് ഇപ്പോൾ എന്താണ്, ചാരമായിരിക്കുകയാണ്. Now we will move to the next slide, sir. And it's the second paragraph I'm going to discuss. Gandhi was only one. His voice was single, always reasoning. It was the voice of conscience in our turbulent life. He was right. He knew he was right. We all knew he was right. The man who killed him knew he was right. However, long the follies of the violent continue. Follies means lack of good sense or foolishness. Lack of good sense or foolishness. Long the follies of the violent continue. They but prove that Gandhi was right.
Non-violence is the only common sense for human beings. അണ്ടർലൈൻ ചെയ്യുക, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യുക. സോ ഈ സ്ലൈഡിലാണെങ്കിലും നിങ്ങൾ ഈ വായിക്കുന്ന സെക്കൻഡ് പാരഗ്രാഫിലാണെങ്കിലും ക്ലിയർലി പറയുന്നു, ഹിസ് വോയിസ് വാസ് സിംഗർ, ഹി വാസ് ഓൺലി വൺ. ഈ കോൺഷ്യസ് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ മനസാക്ഷി, വാട്ട് ഈസ് ബീയിങ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് ബീയിങ് റോങ്, എന്താണ് ശരി എന്താണ് തെറ്റ്. ലോകത്തിന് മുഴുവൻ അറിയാം ഗാന്ധിജി ചെയ്തത് ശരിയാണ്. ഗാന്ധിജിയെ കൊന്ന വ്യക്തിക്കും അറിയാം എന്താണ് ഗാന്ധിജി എടുത്ത ഡിസിഷൻസ്, ഗാന്ധിജി നടപ്പിലാക്കിയ കാര്യങ്ങൾ റൈറ്റ് ആണ്. പക്ഷേ മനുഷ്യർ ഈ പറയുന്നത് എന്താണ്, അവന്റെ കോമൺ സെൻസ് ഇല്ലായ്മ വേണമെങ്കിൽ പറയാം. എന്താണ് ഈ പറയുന്ന വയലൻസിലോട്ട് അവനെ എന്ത് ചെയ്യുന്നു, മുന്നിലോട്ട് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, ഗാന്ധിജിയെ ഒരിക്കലും ആർക്ക് കൊലപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഗോഡ്സെക്ക് ഗാന്ധിജി ഈ പറയുന്നത് പോലെ എന്താണ് കൊലപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പറയുന്ന കോൺഷ്യസ് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ മനസാക്ഷി എന്ന് പറയുന്ന ബീയിങ് റൈറ്റ് ആൻഡ് ബീയിങ് റോങ്, അതെപ്പോഴാണ് നിങ്ങളിൽ പോകുന്നത്, അപ്പോൾ മുതൽ അവിടെ എന്ത് സംഭവിക്കുന്നു, വയലൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ നമുക്ക് ഒരേ ഒരു രക്ഷയുള്ളൂ. എന്താണ് ആ കോമൺ സെൻസസ് പറയുന്നത്? നോൺ വയലൻസ്. അഹിംസ എന്ന് പറയുന്ന പാതയിലൂടെ മാത്രമേ മനുഷ്യ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. നെക്സ്റ്റ് ഈ പാരഗ്രാഫിൽ പറയുന്ന മറ്റൊരു പോയിന്റ് ആണ്, നമ്മുടെ ഹ്യൂമൻ ലൈഫ് എത്രത്തോളം എന്താണ് വളരെ ചെറുതാണ്. We die so easily. Our bodies are soft and unprotected. The brain, the heart, the soul are perilously lost. നിങ്ങൾക്കറിയാം ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ എന്താണ് വളരെ ചെറുതാണ്. പെരിലസ്ലി മീൻസ് ഇൻ എ ഡേഞ്ചറസ് വേ. പെരിലസ്ലി മീൻസ് ഇൻ എ ഡേഞ്ചറസ് വേ. നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ബ്രെയിൻസ് എടുത്ത് നോക്കുക, നിങ്ങളുടെ ബോഡി എടുത്ത് നോക്കുക, നിങ്ങളുടെ ഹാർട്ട് എടുത്ത് നോക്കുക, സോൾ, ഇതെല്ലാം നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന വളരെ കുറച്ച് നാളുകൾ. ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ മനുഷ്യരിങ്ങനെ തമ്മിൽ എന്താണ് അടിപിടി കൂടുകയും വയലൻസിൽ ഏർപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? We cannot wait for peace to be made, for arguments to be settled, for the quarrelsomeness of selfish men to subside. Subside means become less intense. വളരെ കുറച്ച് നാളുകളാണ് നമ്മളുടെ മുന്നിലുള്ളത്. ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന ആർഗ്യുമെന്റിൽ ഏർപ്പെട്ടിട്ട് പോലും എന്താണ് നമുക്ക് സമയമില്ല. ഈ പറയുന്നത് പോലെ നമ്മൾ ഈ പറയുന്ന കോറലിങ്ങിലും മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള വയലൻസിനെ അഴിച്ചുവിടുകയും ജീവിതത്തിലെ കലുഷിതാവസ്ഥ എന്താണ് രൂപപ്പെടുകയും ചെയ്യാണ്. ഗാന്ധിജി പറയുന്നത് എന്താണ്? ബിഫോർ ദാറ്റ് സെറ്റിൽമെന്റ് കംസ് ലൈഫ് ഈസ് ഓവർ. ഗാന്ധിജിയുടെ ലൈഫിൽ തന്നെ അറിയാൻ പറ്റില്ല, കാരണം പ്രശ്നങ്ങൾ ഉടനീളം ഉണ്ടായിരുന്നു. പക്ഷെ ഗാന്ധിജി എന്ത് ചെയ്തു? നോൺ വയലൻസിന്റെ പാത എടുത്തുള്ളൂ. അതുകൊണ്ടാണ് ഗാന്ധിജി അടുത്ത ലൈനിൽ ഗാന്ധിജി പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പറയുന്നത്, ഗാന്ധി സെഡ് വി മസ്റ്റ് റെഫ്യൂസ് ടു യൂസ് വയലൻസ്, റെസിസ്റ്റ് ടു ദ വെരി എൻഡ്, ഹി സെഡ് ബട്ട് വിതൗട്ട് വയലൻസ്. അതൊരു വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. വി മസ്റ്റ് റെഫ്യൂസ് ടു യൂസ് വയലൻസ്. അണ്ടർലൈൻ ചെയ്യുക. ഇത് വയലൻസിനെ പ്രൊക്ലെയിം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒരാൾ വന്ന് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സ്റ്റാൻഡ് എടുക്കണം എന്നുള്ള റിയാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. ഗാന്ധിജിനെ സംബന്ധിച്ച് ഒരു കർണത്തടിച്ചു കഴിഞ്ഞാൽ മറു കർണം കൂടി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈവൻ ബൈബിളിൽ നിന്നും ഈ പറയുന്ന പോലെ എടുത്തിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. പക്ഷെ നമ്മുടെ ഹ്യൂമൻ ലൈഫിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരാൾ വന്ന് നമ്മളെ ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ, സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് മൊമെന്റിലാണ് നമ്മുടെ ഉള്ളിലുള്ള വയലൻസ് പുറപ്പെടുന്നത്, അത് എക്സ്പ്ലോഡ് ചെയ്യുന്നത്. റൈറ്റ്. ഇപ്പൊ ഗാന്ധിജി പറയുന്ന ബ്രിട്ടീഷുകാർ വന്ന് തോക്കായിട്ട് ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോഴും ഈ മനുഷ്യൻ പറഞ്ഞ ഒരേ ഒരു വാക്ക് ഇതാണ്, ലെറ്റ് us ഫോളോ ദ പാത്ത് ഓഫ് നോൺ വയലൻസ്. നമുക്ക് അഹിംസയുടെ പാത പിന്തുടരാം. ഹിംസ നമ്മുടെ ജീവിതത്തിൽ വേണ്ട. റൈറ്റ്. ഇതാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയം. സോ ഹി ക്ലിയർലി ടോക്സ് അബൌട്ട് ദ കോൺഷ്യസ് and the path of non-violence in the second paragraph. Now we'll move to the third one. മൂന്നാമത്തെ പാരഗ്രാഫിൽ ഗാന്ധിജി പറയാൻ ശ്രമിക്കുന്നത് ട്രൂത്തിനെ കുറിച്ചാണ്. എന്താണ് സത്യം? To a world confusing violence with power, these words seem too simple to be true. Yet
truth is always simple. Men find confusions and entanglements because they are afraid of simple truth. Entangle means നിങ്ങൾക്കറിയാം being deeply involved. Entanglement means being deeply involved. But truth is not changed. It is still simple. It is more fundamental than the atom. നിങ്ങൾക്കറിയാം സത്യം എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് സത്യം പോയി ഒരു കടയിൽ പോയി മേടിക്കാൻ കിട്ടില്ല അല്ലെ? ഇപ്പോ നിങ്ങൾ കടയിൽ ചെന്നിട്ട് പറയാം എനിക്ക് കുറച്ച് സത്യം തരുമോ എന്ന് ചോദിച്ചാൽ തരില്ല. ഇറ്റ് ഈസ് നോട്ട്, ഇറ്റ്സ് അബ്സ്ട്രാക്ട് ആൻഡ് ഇറ്റ് ഈസ് മോർ ഫണ്ടമെന്റൽ ദാൻ ആറ്റം. ആറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ ആറ്റം ഈവൻ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ പോലും അത് വിസിബിൾ ആവുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ്. അപ്പൊ സത്യത്തെക്കാളും ഈ പറയുന്ന പോലെ ഒരു ആറ്റത്തെക്കാളും എത്രയോ പ്രധാനപ്പെട്ടതാണ് സത്യം എന്ന് പറയുന്നത്. ഈ വയലൻസിൽ ഏർപ്പെടുന്ന ആളുകൾക്കറിയാം ട്രൂത്ത് എന്ന് പറയുന്നത് എത്രയോ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവരിങ്ങനെ വയലൻസിലും മറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിൽ ഏർപ്പെടുമ്പോൾ അവർക്കറിയാം ഈ സത്യം പറയുന്ന വ്യക്തിയെ ഒരു തരത്തിൽ പേടിക്കണം. കാരണം സത്യത്തിന് ഒരിക്കലും എന്താണ് മാറ്റമില്ല. സത്യം സത്യമായിട്ട് തന്നെ നിലനിൽക്കും. അവര് വയലൻസിന്റെ പാത ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവർക്കറിയാം സത്യത്തിന്റെ പ്രാധാന്യം എന്താണ്, യഥാർത്ഥ റിയാലിറ്റി. ഇത് അറിഞ്ഞുകൊണ്ട് മറന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് ഈ പറയുന്നത് വയലൻസിൽ ഏർപ്പെടുന്നവർ. സത്യത്തിന്റെ മുഖം എന്താണ്? എപ്പോഴും അത് റിയൽ ആണ്. അതാണ് ഗാന്ധിജി ഫോളോ ചെയ്തത്. അതുകൊണ്ടാണ് അതൊരു ആറ്റത്തെക്കാളും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു വെക്കുന്നത്. സോ ഇൻ ദിസ് പാരഗ്രാഫ് he talks about the truth, and it is more fundamental than the atom. Now we will move to the fourth paragraph. ഇവിടെയാണ് ആക്ച്വലി Pearl S.Buck ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തിയെ ഈ ലോകത്തിൽ ജീവിക്കാൻ അർഹനാണോ? അദ്ദേഹം ഗാന്ധിജിയെ കൊലപ്പെടുത്തി. അദ്ദേഹത്തിന് ഈ സൊസൈറ്റിയിൽ നിലനിൽക്കാൻ സാധിക്കുമോ? അതിനുള്ള അവകാശമുണ്ടോ? Consider the young Hindu who sits in prison today, so heavily guarded because he killed Gandhi. Is he to die or to live? If we are to take Gandhi literally, and I think he meant always to be taken literally, that man should not die by violence, even as punishment for a crime. ഇപ്പോ നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തി ഗാന്ധിജിയെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു പണിഷ്മെന്റ് ആവശ്യമുണ്ടോ? കാരണം ഗാന്ധിജിയെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ ജീവൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയം. അപ്പൊ നിങ്ങൾ ഒരാളെ കൊന്നു, അയാൾ എന്തായാലും കൊലപ്പെട്ടു, എന്നാൽ പിന്നെ എന്താണ്, നിങ്ങളുടെ ജീവനും കൂടി എടുത്തു കളയാം എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ടല്ലോ. അതാണോ ശരിക്കും യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്നു. സപ്പോസ് ഫാന്റാസ്റ്റിക്കലി that he should be released. Gandhi was often in prison and perhaps he would not want his murderer confined. ഇപ്പൊ ഗാന്ധിജി നിങ്ങൾക്കറിയാം ജയിലിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരുപാട് നാളുകൾ. ആൻഡ് ഇവൻ ഗാന്ധിജി പോലും ഈ പറയുന്നല്ല മനസ്സിൽ കാണുന്നില്ല എന്താണ്, ഈ വ്യക്തി കൊലപ്പെടുത്തണമെന്നോ ആ വ്യക്തിയുടെ ജീവൻ ഇല്ലാതാക്കണമെന്നോ. Suppose absurdly that the assassin went free. ഇപ്പൊ നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തിയെ ജയിലിൽ നിന്നും അയാളെ സ്വതന്ത്രനാക്കി, അയാളോട് പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പുറത്തോട്ടൊക്കെ പോകാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അയാളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിടാൻ പോകുന്നത്? What would be his life? Could he escape what he has done? I think never. Whenever he went among his own people, none would receive him. He could not hide, for he would be watched for and dreaded. നിങ്ങൾക്കറിയാം, ഈ ഒരാള് ഗാന്ധിജിയെ പോലുള്ള വ്യക്തിയെ കൊന്നിട്ട് ഒരാള് സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ നേരത്ത് അയാൾ കേൾക്കേണ്ട ആക്രോശങ്ങൾ, അയാൾ കേൾക്കേണ്ട സഫറിങ്സ്, ടോർച്ചർ, ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്? സത്യം പറഞ്ഞാൽ ഒരു ഡ്രെഡഡ് സ്റ്റേറ്റിലാണ്. ഡ്രെഡഡ് സ്റ്റേറ്റ് മീൻസ് വാട്ട്? ഗ്രേറ്റ് ഫിയർ. ആളുകൾ നിങ്ങളെ വെറുതെ ഇടില്ല, ആൾക്കാർ നിങ്ങളെ ഉപദ്രവിക്കും, ആൾക്കാർ നിങ്ങളെ കുറ്റപ്പെടുത്തും. അതാണ് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. None would want to touch his hand
the hand that killed Gandhi. Women would fear him. Children would be taught to despise him. Despise means to dislike someone. ആൾക്കാർ നിങ്ങളെ വന്ന് തൊടുന്നില്ല, കുട്ടികൾ നിങ്ങൾ മറ്റൊരു രീതിയിൽ പെരുമാറുന്നു. Where could he be? Where could he find home and friends? There would be no place for him upon earth. He would be outcast. He would be haunted by Gandhi's own spirit. നിങ്ങളുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. കാരണം എന്താണ്? ഗാന്ധിജിയുടെ ആത്മാവ് ഗോഡ്സെ ഇങ്ങനെ ഉടനീളം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഇങ്ങനെ കുറ്റബോധത്തിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇങ്ങനെ പരിഹാസത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഒരാളെ പുറത്തു വിട്ടിയാൽ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? The spirit of Gandhi in other men, working for his freedom, and his safety would be his destruction or his regeneration. For this man has a conscience, or he would not have killed Gandhi. നിങ്ങൾക്കറിയാം, ശരിക്കും ഒരു കോൺഷ്യസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു മനസാക്ഷിയുള്ള വ്യക്തിയായിരുന്നെങ്കിൽ അദ്ദേഹം ഈ പറയുന്നത് പോലെ എന്താണ്, ഗാന്ധിജിയെ കൊല്ലില്ലായിരുന്നു. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കോൺഷ്യസ് ഉണ്ട്, ഒരു മനസാക്ഷിയുണ്ട്. വാട്ട് ആം ഐ ഡൂയിങ്? am I doing right or am I doing wrong? ഈ മനസാക്ഷിയാണ് ശരിക്കും പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് നയിക്കുന്നത്. The utter goodness of Gandhi's spirit working upon the human conscience drives men to destroy themselves from despair or to be born again. അപ്പോ ആളുകളെ സംബന്ധിച്ച് ഈ പറയുന്ന എന്താണ്, ഗാന്ധിജി നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അയാളെ ഗോഡ്സെ എന്ന് പറയുന്ന വ്യക്തിയെ കില്ല് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ അൾട്ടിമേറ്റ്ലി എന്താണ്, മറ്റൊരു ജീവൻ എടുക്കുകയാണ്. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കേണ്ടത്? മനുഷ്യര് റീജനറേറ്റ് ചെയ്യണം. അവന്റെ ഉള്ളിലുള്ള അധമ വികാരങ്ങളിൽ നിന്നും എന്താണ്, മറ്റൊരു റീബർത്ത് സംഭവിക്കണം. ഡിസ്പയർ മീൻസ് ദി ആബ്സെൻസ് ഓഫ് ഹോപ്പ്, അല്ലെങ്കിൽ എന്താ, ദി കംപ്ലീറ്റ് ലോസ്. ഈ ഹ്യൂമൻ കോൺഷ്യസിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക്, ഗാന്ധിയുടെ ആത്മാവിനെ ഉൾക്കൊണ്ടുന്ന വ്യക്തിക്ക് ഏതൊരു ദുഃഖത്തിലായാലും ഏതൊരു ആബ്സെൻസിലായാലും അവനൊരു റീബർത്ത് ഉണ്ട്, അവര് റീജനറേഷൻ ഉണ്ട്. അതെന്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ? കോൺഷ്യസിലൂടെ സാധിക്കുന്നുള്ളൂ. Now we are moving to the next paragraph. The world longed for goodness. The people search for righteousness. There is no weapon, no bomb so powerful as the force of a great good spirit. അത് അണ്ടർലൈൻ ചെയ്യുക. India will live and become great in our world only as her people use this priceless force, the force of non-violence, which the life of Gandhi exemplified for them. ഇവിടെ ഇന്ത്യക്ക് നിലനിൽക്കുന്നെങ്കിൽ ഒരേ ഒരു ടൂളുള്ള എന്താണ്, വളരെ പവർഫുൾ ആയ ടൂൾ, ദ ഫോഴ്സ് ഓഫ് എ ഗ്രേറ്റ് ഗുഡ് സ്പിരിറ്റ്. ഇവിടെ നമ്മൾക്ക് വെപ്പൺസിന്റെ ആവശ്യമില്ല, ബോംബുകൾക്ക് ആവശ്യമില്ല. പക്ഷേ നമ്മളുടെ യുണൈറ്റഡ് ആയിട്ടുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ, നല്ലൊരു കോൺഷ്യസ് ഉണ്ടെങ്കിൽ, നല്ലൊരു റൈച്ചസ്നെസ് ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, നമുക്ക് ആ ഒരു ഗുഡ് സ്പിരിറ്റ് ഈ രാജ്യത്ത് നിലനിൽക്കാൻ സാധിക്കും. ഈ ഗുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്രൈസ്ലെസ് ഫോഴ്സ് ആണ്. ആ പ്രൈസ്ലെസ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നോൺ വയലൻസ്. ഈ അഹിംസയുടെ പാത പിന്തുടരുന്നതിലൂടെ നമുക്ക് എന്താണ്, രാജ്യത്തിൽ സമാധാനം ഉണ്ടാകുന്നു. അത് തന്നെയാണ് ഗാന്ധിജി നമ്മളുടെ മുൻപിൽ കാണിച്ചു വെച്ചത്. ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ ഫോളോ ചെയ്യൂ. എന്താണ് ഫോളോ ചെയ്യേണ്ടത്? ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ എന്താണ് പറയുന്നത് ഇത് കൃത്യമായിട്ട് സ്പെസിഫൈ ഗാന്ധിജി പറയുന്നുണ്ട്. He did what he told others to do. എന്താണോ അദ്ദേഹം ലൈഫിൽ പ്രാക്ടീസ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണോ അദ്ദേഹം ലൈഫിൽ പ്രീച്ച് ചെയ്തത്, അതാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തത്. എന്താണോ അദ്ദേഹം ലൈഫിൽ പറഞ്ഞത് അതാണ് ആളുകളോട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അത് വളരെ ലൈഫിൽ എക്സാമ്പിൾ നിങ്ങൾ എടുത്ത് വയ്ക്കാൻ അറിയാൻ പറ്റും. അതൊരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ലൈഫിൽ ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ആളുകളോട് ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മളിങ്ങനെ പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ പ്രീച്ച് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേക്കും എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എളുപ്പമാണ് പറയാൻ രാവിലെ എഴുന്നേക്കുക എന്നുള്ളത്. കൺസിസ്റ്റന്റ് ആയിട്ട് എഴുന്നേറ്റുകൊണ്ട് ഈ പറഞ്ഞ പോലെ മുന്നോട്ട് പോകാൻ അല്പം എന്നാണ്, ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ ഗാന്ധിജി നോൺ വയലൻസ് എന്നൊരു സംഭവമാണെങ്കിലും ആ ഒരു ആശയം കൺസിസ്റ്റന്റ് ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബ് ഒക്കെ തുറന്നെടുത്ത് അറിയാൻ പറ്റും, ഡെയിലി എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു മോട്ടിവേഷണൽ വീഡിയോസ് കിട്ടാറുണ്ട്, കോട്സുകൾ കിട്ടാറുണ്ട്, ഇൻസ്പിറേഷണൽ തോട്ട്സ് കിട്ടാറുണ്ട്. യൂട്യൂബിൽ ഇങ്ങനെ ഇൻസ്പിറേഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഇൻഫോർമേഷൻ എല്ലാ ദിവസവും ഉണ്ട്, എന്റർടൈൻമെന്റ് എല്ലാ ദിവസവും ഉണ്ട്.
മൂന്നാമത്തെ ഒരു സംഭവം മാത്രമാണ് നമ്മുടെ ലൈഫിൽ നടക്കാത്തത്, ആക്ഷൻ. ഹൈലി സക്സസ്ഫുൾ പീപ്പിൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണ്? ആക്ഷൻ ആണ്. എന്താണോ അവർ ലക്ഷ്യം കാണുന്നത്, ആ ഗോളിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു? ആക്ഷനിൽ ഏർപ്പെടുന്നു. ഈ ആക്ഷനിൽ ഏർപ്പെടുന്നത് എന്താണ്? വളരെ കുറച്ചു പേരാണ്. ഗാന്ധിജി നോൺ വയലൻസ് എന്ന് പറയുന്ന ആശയം ഉൾക്കൊണ്ടു. അത് ഗാന്ധിജി അത് പ്രാക്ടീസ് ചെയ്തു. ലൈഫിൽ മറ്റുള്ളവരോട് അത് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. When people saw that this was true, they believed in Gandhi. Gandhi has done his part. നിങ്ങൾ എന്താണോ പറയുന്നതെന്ന് ആൾക്കാർ വിശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ, അത് നടപ്പിലാവുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കൂടെയുള്ളവർ It now remains for the people of India to take upon themselves his world leadership for non-violence. Indeed, it is the only way in which India can fulfill the promise of greatness. Of violence, the world is sick. By hatred and quarrels, we are surfeited and poisoned. Surfeited means നിങ്ങൾക്കറിയാം, ഈ പറയുന്നത് പോലെ അബണ്ടന്റ് ആയിട്ട് ഈ പറയുന്നത് പോലെ വൈരാഗ്യം, ഹേറ്റ്രഡ്, മറ്റു കാര്യങ്ങളെല്ലാം എന്താണ് വയലൻസിലൂടെ ഉണ്ടാവുന്നു, രൂപപ്പെടുന്നു. The hearts of the people turn away from the noise of militarists and warmongers. Warmongers means a person who encourages aggression towards other countries or group of people. അപ്പോൾ എസ്പെഷ്യലി വയലൻസിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു നോയ്സ് ഉണ്ട്. എന്താണ് ആ നോയ്സ്? അവർ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ്. അത് സമാധാനത്തിന്റെ വോയിസ് അല്ല. അവരുടെ ഉള്ളിൽ തന്നെ, മനസ്സ് തന്നെ കലുഷിതമാണ് അവരുടെ ഉള്ളിൽ. പിന്നെ എങ്ങനെയാണ് അവർ നോൺ വയലൻസിനെ കുറിച്ച് പറയുക? വി ലോങ് ഫോർ ദ പീസ് മേക്കേഴ്സ്. ഉള്ളിൽ സമാധാനം കണ്ടെത്തുന്ന വ്യക്തിക്ക് മാത്രമേ പുറത്തുള്ള വ്യക്തിക്ക് എന്ത് കിട്ടുള്ളൂ? സമാധാനം കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. ലാസ്റ്റ് അതിൽ കൃത്യമായിട്ട് പറയുന്നത്, നോ വാർ ബ്രിങ്സ് പീസ്, ഫോർ വയലൻസ് ഓൺലി ബ്രിങ്സ് മോർ വയലൻസ്. ഒരു യുദ്ധവും സമാധാനം കൊണ്ടുവരുന്നില്ല, അത് വയലൻസിലേക്ക് മാത്രമേ നടത്തുന്നുള്ളൂ. മറിച്ച് നോൺ വയലൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? നമുക്ക് മുന്നോട്ടുള്ള പാതയിൽ നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ആശയം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം വയലൻസ് മാത്രമേ കൊണ്ടുവരുള്ളൂ. നിങ്ങൾ വയലൻസിൽ ഏർപ്പെട്ടു, അതിന്റെ റെസ്പോൺസ് ആയിട്ട് വീണ്ടും മറ്റൊരു വയലൻസ് വരുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നു, അവർ തിരിച്ചു വീണ്ടും ആക്രമിക്കുന്നു. And last sentence is very important. Oh India, dare be worthy of your Gandhi. വർത്തി, ഈ വർത്തി എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ വെറുത്തുള്ള മനുഷ്യരെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഗാന്ധിജി എന്ന് പറയുന്ന നിധി നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ആ നിധിയെ നമ്മൾ ഇല്ലാതാക്കി. ഗാന്ധി മാത്രമല്ല, നമ്മളുടെ ലൈഫിൽ തൊട്ടു മുതൽ നമ്മുടെ നിധി ഇങ്ങനെ കിടക്കുന്നുണ്ട് ഫ്രണ്ടില്. പക്ഷെ ആ വെറുത്തുള്ള വ്യക്തിയെ കാണാൻ സാധിക്കുന്നില്ല. ആ വെറുത്തുള്ള വാല്യൂ മറ്റൊരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നില്ല, നമ്മളിൽ കാണാൻ സാധിക്കുന്നില്ല. ആ നിധിയെ കണ്ടെത്തുക. നമ്മുടെ മുന്നിലുണ്ടായിരുന്ന നിധി ഗാന്ധിജി ആയിരുന്നു. ആ നിധിയെ നമുക്ക് പൂർണ്ണമായിട്ട് കണ്ടെത്താൻ സാധിച്ചില്ല. നമ്മുടെ ലൈഫിലും നമുക്ക് ഈ പറയുന്ന പോലുള്ള വാല്യൂസ് കണ്ടെത്താം. ആ വാല്യൂസിൽ വെറുത്ത് കണ്ടെത്താം. അതോടൊപ്പം തന്നെ എന്താണോ ലോകത്തിൽ നാം കാണാൻ മാറ്റം ശ്രമിക്കുന്നത്, ആ മാറ്റമായി മാറാം. So thank you so much. That is the end of the session.